എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ലൂഫിക്ക് ആദ്യമായിട്ട് ആ കൂജ പൈററ്റ് ഷിപ്പിൽ കയറാൻ ഒരു അവസരം കിട്ടുകയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് അവൻ അവന്റെ ഫ്രണ്ട്സിനെ അവരെ വീണ്ടും മീറ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. പക്ഷെ അപ്പോഴായിരിക്കും ലൂഫിയുടെ വയറ്റിൽ നിന്ന് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുക. ആ പ്രിൻസസിന് മനസ്സിലാവും ലൂഫിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. അവൾ ഉടനെ അവളുടെ ട്വിൻ സിസ്റ്റേഴ്സിനോട് പറയും ഇവനെ എത്രയും പെട്ടെന്ന് വിരുന്നിന് കൊണ്ടുപോകണം. അത് കേട്ട് അവരും ഒരു സെക്കൻഡ് ഷോക്കാവും. പക്ഷേ അവർക്കെല്ലാവർക്കും ഇപ്പൊ ലൂഫിയെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ പ്രിൻസസിനാണെങ്കിൽ ഭയങ്കര തലവേദന. അവൾ അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കും. ലൂഫി ആണെങ്കിൽ അതേസമയം ലൂഫി അവൻ വിരുന്നിന് തയ്യാറായി അവന്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അത്രയും പെമ്പിള്ളാരുടെ ഒത്ത നടുക്ക് അവൻ ആവേശത്തോടു കൂടെ കയ്യിൽ കിട്ടിയ ഫുഡ് മുഴുവൻ വലിച്ചു വാരി തിന്നും. ആ ഗേൾസ് ആണെങ്കിൽ വണ്ടടിക്കും ഇവൻ ഇത്രയും കാലവും പട്ടിണി കിടക്കായിരുന്നു, ഇവൻ ഇതുവരെ ഫുഡൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും. ലൂഫി ആണെങ്കിൽ ആ ഗ്യാപ്പില് എന്തുപറ്റി, നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ, കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ അവരുടെ പ്ലേറ്റിലും കൈയിട്ട് വാരും. മാർഗരറ്റ് ആണെങ്കിൽ കണ്ണിമ വെട്ടാതെ ലൂഫിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനാണ് അവരുടെ ജീവൻ രക്ഷിച്ചത്. പക്ഷെ ഇത്രയും ഭീകരമായിട്ട് അവ ഫുഡ് കഴിക്കുമെന്ന് അവർ കരുതിയില്ല. അപ്പൊ രണ്ട് പെമ്പിള്ളേര് ഇപ്പൊ ലൂഫിയെ നോക്കി എന്തൊക്കെയോ കമന്റ് അടിക്കാനായിട്ട് തുടങ്ങും. അവന്റെ കാല് കാണാൻ അടിപൊളിയാണ്, അത് എത്രത്തോളം നീളും, നമുക്കൊന്ന് വലിച്ചു നോക്കിയാലോ എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു ചിരിക്കും. ഉടനെ അത് കേട്ട് ഇപ്പൊ വേറൊരുത്തി പറയും നീ വല്ല ചെക്കന്മാരെ നോക്കി, നിങ്ങൾ ആ ചെക്കനെ നോക്കി കമന്റ് അടിച്ചും വെള്ളം ഇറക്കി ഇരിക്കുകയാണോ, അവനൊരു ബോയ് ആണ്, നമ്മുടെ ശത്രുവാണ്, ഒരു കാരണവശാലും അവനെ നോക്കിയിരിക്കാതെ കിട്ടിയ ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ഉടനെ ആ പെമ്പിള്ളാര് അവരിപ്പോ ടെൻഷനാവും. അവരാണെങ്കിൽ ഇപ്പൊ അവളോട് ദേഷ്യപ്പെടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റാൻ ആൻഡ് ടീം അവരെ കാണിക്കും. അവർക്കാണെങ്കിൽ വമ്പം കൺഫ്യൂഷൻ, ഇവിടെ എന്താ നടക്കണേന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും. ഉടനെ റാൻ പറയും ഇത് ഉറപ്പായിട്ടും ഒരു ട്രാപ്പ് ആയിരിക്കും, അവൻ ആ ഫൈറ്റിൽ ജയിച്ചതുകൊണ്ട് തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തി നമ്മളെ എല്ലാവരെയും ചേർത്ത് അവനെ തല്ലിക്കൊല്ലാനായിരിക്കും പ്രിൻസസ് പ്ലാൻ ചെയ്യുന്നത്. സോ പ്രിൻസസിന്റെ ഇഷ്ടം അത് മനസ്സിലാക്കി നമ്മൾ വേണം എത്രയും പെട്ടെന്ന് ഒരു കറക്റ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ. അതിലൂടെ ഇവനെ നമുക്ക് കൊന്നു തള്ളണം. ആ ഗേൾസ് അവരുടെ ബോഡിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഓരോരോ കത്തികൾ പുറത്തെടുക്കും. അതിനുശേഷം അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുമ്പോഴായിരിക്കും നമ്മുടെ ലൂഫി അവനിപ്പോ ചാടി എഴുന്നേറ്റ് വമ്പം കലിപ്പില് യു ഗായ്സ് ആർ അൺബിലീവബിൾ, നിങ്ങൾ ശരിക്കും ഇങ്ങനെയുള്ളവരായിരുന്നോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വലിയൊരു സ്പൂണും ഒരു പാത്രവും അവൻ എടുത്തു പിടിക്കും. കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കിയ റാൻ അവളിപ്പോ അവളുടെ ടീംമേറ്റ്സിനെ തടയും. എന്റെ ലൈഫില് ഇതുപോലൊരു വൃത്തികെട്ട വിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. വിരുന്നെന്ന് പറഞ്ഞ വെറും ഫുഡ് മാത്രമല്ല, പാട്ടും ഡാൻസൊക്കെ വേണം, നിങ്ങളെന്താ ഇവിടെ പാട്ടും ഡാൻസ് ഒന്നും വെക്കാത്തേന്ന് പറഞ്ഞ് ലൂഫി ഫുൾ കലിപ്പിൽ നിൽക്കും. അത് കേട്ട പെമ്പിള്ളാരുടെ ഫ്യൂസ് പോവും. ഇവൻ ഇങ്ങനെ ഒരു പ്രാന്തനാണല്ലോ എന്ന് പറഞ്ഞ് അവരിപ്പോ തല താഴ്ത്തും. അടുത്ത സെക്കൻഡ് ലൂഫി അവൻ തന്നെ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു സെക്കൻഡ് അവർ വണ്ടറടിക്കും. പക്ഷെ അടുത്ത നിമിഷം അവരെല്ലാവരും ഇപ്പൊ ലൂഫിയുടെ പാട്ടിൽ മയങ്ങി അത് ആസ്വദിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ നിർത്താതെ പാടി ഇപ്പൊ സമയം സന്ധ്യയാവും. പക്ഷെ അപ്പോഴും അവർക്ക് ആ പാർട്ടി സ്റ്റോപ്പ് ചെയ്യാനോ ലൂഫിയുടെ പാട്ട് അത് ആസ്വദിക്കാതിരിക്കാനോ തോന്നില്ല. അവരാണെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ ലൂഫിക്ക് ഊട്ടി വിടുകയാണ്. അതിനുശേഷം ഇപ്പോ ഓരോരുത്തരായിട്ട് ലൂഫിയുടെ ദേഹത്ത് പിടിച്ചും അവന്റെ ബോഡി വലിച്ചും സ്ട്രെച്ച് ചെയ്തൊക്കെ നോക്കിയും അങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങും. ലൂഫി നൈസായിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. ആ ഐലാൻഡിലുള്ള ഗേൾസ് മുഴുവൻ അങ്ങനെ വലിയൊരു ക്യൂ ആയിട്ട് ലൂഫിയെ ടച്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല ലൂഫിയെ ടച്ച് ചെയ്യണമെങ്കിൽ അവരിപ്പോ ക്യാഷ് പോലും മേടിക്കാനായിട്ട് തുടങ്ങും. ഉടനെ മാർഗരറ്റ് ആണെങ്കിൽ ലൂഫിയെ രക്ഷപ്പെടുത്തി വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കൊണ്ടുവരാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സങ്കടാവും. അവൻ കയ്യിലുള്ള ഒരു വലിയ ചിക്കൻ പീസ് അവൾക്ക് കാണിച്ചു കൊടുക്കും. എനിക്കിത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ കുറച്ചു നേരം വിഷമിച്ചിരിക്കും. അതിനുശേഷം നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ അവളോട് പറയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ പ്രിൻസസ് അവൾക്കാണെങ്കിൽ ഉറക്കമൊന്നും ഇല്ലാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായിട്ടിരിക്കുകയാണ്. ലോങ് ഷോട്ടിലായിട്ട് അവളുടെ സിസ്റ്റേഴ്സ് അവർക്കും ഇപ്പൊ ആകെ ബുദ്ധിമുട്ട് തോന്നും. അവൾക്ക് എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവർ പരസ്പരം ചോദിക്കുമ്പോഴേക്കും പ്രിൻസസ് ആണെങ്കിൽ ടയേർഡായി തല ചുറ്റി താഴേക്ക് വീഴാണ്. കട്ട് ചെയ്ത ഇവിടെ മാർഗരറ്റ് ആണെങ്കിൽ ആ ലൂഫിയും കൂട്ടിക്കൊണ്ട് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വരും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ ഫുൾ ടൈം ന്യൂസ് പേപ്പർ വായന തന്നെയാണ്. ലൂഫി ആണെങ്കിൽ അവൻ കൊണ്ടുവന്ന ആ വലിയ പീസ് അത് കുറേശ്ശായിട്ട് തിന്നാൻ തുടങ്ങും. ഉടനെ ലൂഫി ആണെങ്കിൽ ആ ഗ്രാൻഡ്മയോട് ചോദിക്കും നിങ്ങൾക്ക് പേപ്പർ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ. അതിന് അവര് പറയും ഞങ്ങളുടെ പ്രിൻസസ് ഒരു വാർലാടാണ്, സോ എന്തെങ്കിലും ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും.
അവളൊരു വാർലാടാണെന്ന് അവന് വിശ്വസിക്കാനാവില്ല. ആ ഗ്രാൻഡ്മ വീണ്ടും പറയും 80 മില്യൺ ബെറീസ് ആണ് അവളുടെ വാല്യൂ. ഇപ്പൊ അവളുടെ വാർലാഡ് പൊസിഷൻ അത് നീക്കം ചെയ്യാൻ പോവാണ്. അതിന്റെ കാരണം എന്താണെന്നും ഇപ്പൊ ഗ്രാൻഡ്മ പറയും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം അവന്റെ ചേട്ടൻ ഐസ് ആൾ ഇത്രയും വലിയൊരു ട്രബിളിലാണ് ഉള്ളതെന്ന് ലൂഫിക്ക് അറിയില്ലായിരുന്നു. ലൂഫി ആണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഷിവർ ചെയ്യാണ്. ഗ്രാൻഡ്മ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ കാഷ്വൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എയ്സിനെ പോലെ ഒരാളെ ഗവൺമെന്റിന് കിട്ടിയ അവര് വെറുതെ വിടുവോ? ഉറപ്പായിട്ടും അവൻ ഇഞ്ചിഞ്ചായി കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ്മ കാര്യമായിട്ട് ആ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ലൂഫി അവൻ വമ്പം കലിപ്പില് നിർത്തിനടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വെച്ച് അവനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും? അവൻ എന്റെ സ്വന്തം ബ്രദറാണ്. അത് കേട്ട ഗ്രാൻഡ്മ അവര് ഷോക്കാവും. ഗ്രാൻഡ്മ ടെൻഷനായിട്ട് ഐ എം സോറി, സത്യത്തില് എനിക്കവൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. നീ പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും വൈറ്റ് ബിയർഡ് അത് തടയാൻ ശ്രമിക്കും. സോ നിന്റെ ചേട്ടനെ നിനക്ക് സേഫ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ലൂഫി ആണെങ്കിൽ എവിടെ വെച്ചാണ് എങ്ങനെയാണ് ആ എക്സിക്യൂഷൻ നടക്കാൻ പോകുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പൊ ഗ്രാൻഡ്മയോട് ചോദിച്ച് മനസ്സിലാക്കും. ഇനിയും ഒരേ ഒരാഴ്ച മാത്രമാണ് അവനെ കൊല്ലാനായിട്ട് ബാക്കിയുള്ളത്. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. ലൂഫി ഒരു സെക്കൻഡ് അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് ആലോചിക്കും. ആദ്യം ഞാൻ അവിടേക്ക് പോയി അവരെ കൂട്ടിയിട്ട് അവരെയും കൂടെ കൂട്ടി എയ്സിന്റെ അടുത്തേക്ക് പോയാലോ? പക്ഷെ അത്രയും സമയം ലൂഫിക്ക് മുൻപിലില്ല. സോ സ്ട്രെയിറ്റ് ആയിട്ട് എയ്സിന്റെ അടുത്തേക്ക് പോകണം. അവിടേക്ക് എത്താൻ എത്ര ദിവസം എടുക്കുമെന്ന് അവൻ ചോദിക്കും. അതിനാ ഗ്രാൻഡ്മ പറയും ഏകദേശം ഒരാഴ്ച. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. കാരണം അവന്റെ മുൻപിൽ ഇനി ഒട്ടും സമയമില്ല. ഇപ്പോഴെങ്കിലും എയ്സിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു പോയാൽ മാത്രമേ അവനെ സേവ് ചെയ്യാൻ ലൂഫിയെ കൊണ്ട് കഴിയൂ. ഉടനെ ഗ്രാൻഡ്മയാണെങ്കിൽ മറ്റൊരു കാര്യം അവന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. നേവി ഷിപ്പില് അതിൽ പോവാണെങ്കിൽ വെറും 4 ദിവസം കൊണ്ട് നിനക്ക് അവിടെ എത്താൻ കഴിയും. കാരണം അവരുടെ ഷിപ്പ് അത് വളരെ സ്പീഡിൽ അവിടെ എത്താൻ കഴിയുന്ന രീതിയിൽ കടലിൽ പല സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. നേവി കപ്പലിന് ആസ്പദമായി അവർ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് ഓപ്പൺ ചെയ്യും. അതിലൂടെ കടലിലെ വേവ്സിൽ പെട്ടുപോകാതെ വളരെ എളുപ്പത്തിൽ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. സാധാരണ കപ്പലുകൾക്ക് വേണ്ടി അവരൊരിക്കലും ഗേറ്റ് ഓഫ് ജസ്റ്റിസ് തുറക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരുപാട് സമയം വേണ്ടിവരും. ലൂഫി ആണെങ്കിൽ അതൊക്കെ കേട്ട് തല വേനിച്ചിരിക്കും. അവനുടനെ ആ വിബ്രു കാർഡ് എടുത്ത് ചെക്ക് ചെയ്യും. അത് പകുതിയോളം കത്തിക്കരിഞ്ഞുപോയി. ആ ഗ്രാൻഡ്മയ്ക്കും ആ വിബ്രു കാർഡിനെ കുറിച്ച് അറിയാം. ലൂഫി സ്വപ്നത്തിൽ പോലും എയ്സ് ഇത്രയും വലിയ ആപത്തിൽ ചെന്ന് പെടുമെന്ന് കരുതിയതല്ല. ലൂഫി ഒരു സെക്കൻഡ് അവസാനമായിട്ട് ഈ വിബ്രു കാർഡ് അത് എയ്സ് അവന്റെ കയ്യിൽ കൊടുത്ത കാര്യം ആലോചിക്കും. അന്ന് ലൂഫിക്ക് അതിന്റെ വിലയോ വ്യാപ്തിയോ ആഴമോ ഒന്നും മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ആ വിബ്രു കാർഡിന്റെ വില അതെന്താണെന്ന് ലൂഫി മനസ്സിലാക്കിയത്. അന്ന് അവൻ കൊടുത്ത വിബ്രു കാർഡിന്റെ ആ ഒരു സൈസിൽ നിന്ന് ഇപ്പൊ ആ കാർഡ് ഒരുപാട് ചെറുതായിരിക്കുകയാണ്. അതിനർത്ഥം എയ്സ് ഇപ്പോ അത്രയധികം നശിച്ചു കഴിഞ്ഞു എന്നാണ്. ലൂഫി ഇപ്പോ അവന്റെ ടീംമേറ്റ്സിനോട് സോറി പറയും. ഐ എം സോറി ഗായ്സ്, എനിക്കിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. എത്രയും വേഗം എനിക്ക് എയ്സിന്റെ അടുത്തേക്ക് പോയി അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. അതിനാ ഗ്രാൻഡ്മ നീ എന്തായി പറയണേ? നിന്നെ കൊണ്ട് അവിടേക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനിപ്പോ ആ നേവിക്കാരുടെ ജയിലില് വളരെ സെക്യൂർഡ് ആയിട്ടിരിക്കുകയാണ്. അവന് നേർക്കാണ് എല്ലാവരുടെയും കണ്ണ്. പക്ഷെ നിന്റെ മുൻപില് മറ്റൊരു വഴിയുണ്ട്. നമ്മുടെ പ്രിൻസസ് അവള് വിചാരിക്കുകയാണെങ്കിൽ നിനക്ക് അവിടേക്ക് പോകാൻ പറ്റും. പ്രിൻസസിനെ അവിടേക്ക് കൊണ്ടുപോവാൻ ഇവിടേക്ക് ഒരു നേവി ഷിപ്പ് എത്തിയിട്ടുണ്ട്. അവർ 2 ദിവസം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അവൾ അവിടേക്ക് പോവാൻ തയ്യാറാവുകയാണെങ്കിൽ നിനക്കും അവളുടെ കൂടെ നേവി കപ്പലില് വെറും 4 ദിവസം കൊണ്ട് അവിടെ എത്താൻ പറ്റും. ലൂഫിക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷാവും. അവൻ പറയും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ആ പ്രിൻസസിനെ കൺവിൻസ് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു പെൺകുട്ടി അവൾ അവിടേക്ക് ഓടി വന്ന് ഗ്രാൻഡ്മയോട് പറയാ നമ്മുടെ നേവി പ്രിൻസസിന് തീരെ സുഖമില്ല, എന്താ സംഭവിച്ചെന്നറിയില്ല, അവർക്കിപ്പോ ബോധമില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ പ്രിൻസസിനെ കാണിക്കും. അവളാണെങ്കിൽ തീരെ വയ്യാതെ ഒരുപാട് ബുദ്ധിമുട്ടി വേദനിച്ച് അവളുടെ സിസ്റ്റേഴ്സിനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.